ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളും അന്നെന്നുള്ള മക്കളുടെ പേരുകൾ പറയട്ടെ. ഒത്തിരി ദിവസം ആകുമ്പം പാടാണ് എനിക്ക് എഴുതിയെടുക്കാൻ. നാരായണത്തിലുള്ള കമൻസ് ചെയ്ത മക്കളുടെയും പേര് ഇതിൽ പറയുന്നുണ്ട്. ശ്രീലക്ഷ്മി, കേശവൻ മഞ്ചേരി. അഭിപ്രായം ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു. നല്ല വായന എന്ന് പറഞ്ഞു. ഭഗവാനാണ് അങ്ങനെ കേൾക്കേണ്ടുന്നത്. അതായത് എനിക്ക് അങ്ങനെ ഒന്നും അറിവില്ലാത്തതുകൊണ്ട് ഞാനത് ഭഗവാനിൽ അർപ്പിക്കുന്നു. ഗീതാ നായർ, ശിവാനന്ദൻ വേലപ്പൻ, ശാന്തകുഞ്ഞ്, സുബ്രഹ്മണ്യ നമ്പൂതിരി അദ്ദേഹവും ആ മകനും പറയുന്നു, ഭഗവാന്റെ കഥകൾ പറയുകയോ കേൾക്കുകയോ എങ്ങനെ ആയാലും ചെയ്താൽ പാപങ്ങളെല്ലാം നീങ്ങിയിട്ട് ഐശ്വര്യം വർദ്ധിക്കും. നല്ല അഭിപ്രായം. അങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാ മക്കളും ഇങ്ങനെ തരണം. ഈശ്വരനോട് പറയുന്നു, അങ്ങനെയെല്ലാം നല്ല അഭിപ്രായങ്ങൾ ഭഗവാന് കൊടുക്കണം. പത്മകുമാരി, ശ്രീല, നിർമ്മല പവിത്രൻ എല്ലാ മക്കളും നല്ല നല്ല അഭിപ്രായങ്ങൾ എല്ലാം ഇതിനു മുൻപും തന്നിട്ടുണ്ട്. അജിത, താര മനോജ്, മഴയുണ്ട് മക്കളെ. പിന്നെ എനിക്ക് അസുഖം എങ്ങനെ ഉണ്ട്, അമ്മയെ സുഖമാണോ എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ മക്കൾ ചോദിച്ച് അതും എല്ലാവർക്കും കൂടെ ഞാൻ പറയുന്ന സുഖമാണ്. ബിന്ദു പ്രദീപ്, ജയാനിൽ, ഓമനയമ്മ. ഇനി ഇത്രയും എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളു. ഇനി വരുന്നത് അടുത്ത പ്രാവശ്യം പറയൽ. ഇത് എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഭഗവാന് വേണ്ടുന്ന അഭിപ്രായങ്ങളാണ്. അതെല്ലാം അവരവരുടെ ഉള്ളിൽ എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്, എന്തൊക്കെ ആയിത്തീർന്നു, അതൊക്കെ ഭഗവാന് അർപ്പിക്കണം. അതൊരു നന്മയാണ്. അത് ഭഗവാനിൽ ഭക്തി വർദ്ധിക്കാൻ കൊള്ളാം. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തുല്യം പ്രാർത്ഥിക്കണം. എല്ലാവരും കൂടെ ഭഗവാനോട് പറയുമ്പോൾ ഭഗവാൻ കേൾക്കും. എല്ലാവർക്കും ഭക്തി പറയും. എല്ലാവരും ഇപ്പോൾ ഒരു അസുഖം തന്നെ വന്നാൽ സർവ്വ മക്കളും കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കൂ, അത് ഈശ്വരൻ കേൾക്കും. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പിന്നെ ഹരിനാമ കീർത്തനം ഒരു ഖണ്ഡിക ചൊല്ലാം. ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്യ ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി. ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി, കർമ്മത്തിനും പരമ നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. നമ്മൾ ഭാഗവതം കഴിഞ്ഞ ദിവസം ത്രിപുര ദഹനം, പരമാത്മാവായ പരമശിവൻ, പരമാത്മാവായ നാരായണൻ സഹായം എങ്ങനെയാ കീർത്തി വർദ്ധിപ്പിച്ചു, എങ്ങനെയാ നാരായണ ഭഗവാൻ പശുവും ബ്രഹ്മാവ് പശുക്കുട്ടിയായി വെള്ളം തടാകത്തിലെ അമൃത തടാകത്തിലെ ജലമെല്ലാം കുടിച്ച് വറ്റിച്ചപ്പോൾ അസുരന്മാരുടെ മരിച്ച അസുരന്മാരെ പിന്നെ രക്ഷിക്കാൻ പറ്റാതെയായി. അപ്പോൾ അവർ തന്നെ അടങ്ങി. ഭഗവാൻ ദേഷ്യം കൂടി പരമശിവന്. പരമാത്മാവായ പരമശിവൻ അപ്പോൾ ക്രോധം വന്നിട്ട് 3 പുരങ്ങളും തൃക്കണ്ണാൽ ദഹിപ്പിച്ച് കളഞ്ഞു കുറേ അസുരന്മാരെയൊക്കെ. അത് നമ്മൾ വായിച്ചുകൊണ്ടത്. അങ്ങനെ ഈ കാര്യം പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീശുക മഹാമുനിയാണ് ഇതൊക്കെ അറിയണമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് പറയുന്നു, ഇനി എനിക്ക് വർണ്ണാശ്രമധർമ്മത്തെ പറ്റി പറഞ്ഞു തരണം മഹാമുനി. അങ്ങനെ മോദമോടെ അത് തന്നെ സന്തോഷത്താൽ
ആ മഹാമുനി അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുവാണ്. വർണ്ണാശ്രമ ധർമ്മം അതെങ്ങനെയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത് പറയാം, അത് വായിക്കാം. വർണ്ണാശ്രമധർമ്മം. മുന്നം ബദര്യാശ്രമത്തിൽ ഞാൻ ചെന്നിട്ട് വന്ദിച്ചു നാരായണനോടിതുപോലെ. അതായത് ഇപ്പം എങ്ങനെയാ പരീക്ഷത്ത് ചോദിച്ചത്, എനിക്കത് അറിയണം മഹാമുനി എന്ന് ചോദിച്ചതുപോലെ ഈ ശ്രീശുക മഹാമുനി മുൻപ് ബദര്യാശ്രമത്തിൽ ചെന്നപ്പോൾ ഭഗവാനോട് നാരായണനോട് ഞാനും ഇതുപോലെ ചോദിച്ച നേരം എനിക്ക് നാരായണൻ മോദാൽ അരുൾ ചെയ്ത പോലെ ചൊല്ലുന്നു ഞാൻ. അന്ന് ഞാൻ എങ്ങനെ ഭഗവാനോട് ചോദിച്ചു, ഇതേപോലെ വർണ്ണാശ്രമധർമ്മത്തെപ്പറ്റി ഞാനും ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭഗവാൻ നാരായണൻ എങ്ങനെയാ പറഞ്ഞു തന്നത് അതുപോലെ ഞാനും പറഞ്ഞു തരാം. എന്താ? നിർമ്മല വർണ്ണാശ്രമസ്ഥിതി കൊണ്ട് ഇഹ നിർമ്മലാത്മാ ഭഗവാൻ പ്രസാദിക്കുന്നു. നിർമ്മല വർണ്ണാശ്രമ സ്ഥിതി കൊണ്ട് നിർമ്മലമാകുന്ന ഈ വർണ്ണാശ്രമം വെച്ചാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അവരുടെയൊക്കെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അത് ഇപ്പം എല്ലാവർക്കും നല്ല ആചാരങ്ങളൊക്കെയാണ് വേണ്ടുന്നതെന്നാണ് എൻ്റെ വിചാരം. കാരണം യാതൊരു ഇതുമില്ലാത്ത എനിക്ക് പോലും നല്ല ആചാരങ്ങൾ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? അപ്പം ഞാൻ എന്നെപ്പോലെ ചിന്തിച്ചാൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പം ബ്രാഹ്മണരുടെ ആചാരം തന്നെയാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് മന്ത്രങ്ങളോ ഒക്കെ പഠിക്കാനോ ദേവപൂജ ഭഗവാനെ പൂജിക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിലും നല്ല സ്വഭാവത്തെ ജീവിക്കാമല്ലോ, നന്മകൾ ചെയ്യാമല്ലോ. മറ്റ് മന്ത്രങ്ങളോ ഒക്കെ പഠിക്കാനും ഇപ്പം ഒരുപാട് കോളേജുകളൊക്കെ ഉണ്ട്, എല്ലാം പഠിക്കാൻ ഏത് ജാതിക്കും പഠിക്കാനുണ്ട്. അപ്പോൾ എന്നാലും നമുക്കിവിടെ എന്ത് വേണം? നിർമ്മല വർണ്ണാശ്രമ സ്ഥിതി കൊണ്ട് ഇവിടെ ഭഗവാൻ നിർമ്മലാത്മാവാകുന്നു. ആ ഭഗവാൻ പ്രസാദിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിലേ ഭഗവാൻ പ്രസാദിക്കൂ എന്നാണ് ഇതിൻ്റെ മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഭാഗവതം വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്താലും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ എല്ലാ മനസ്സും അതായത് നമ്മുടെ മനസ്സും പ്രവൃത്തിയും പിന്നെ വാക്കുകളും ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നു ഈ നന്മകൾ. അങ്ങനെ സർവജനത്തിനും വേണ്ടുന്നത് മുന്നിൽ. അപ്പോൾ ഭഗവാൻ എങ്ങനെയാ പ്രസാദിക്കുന്നേ അതിനി പറയുവാണ്. സർവജനത്തിനും, നമുക്ക് എല്ലാവർക്കും ഇവിടെ ബ്രാഹ്മണനെന്നോ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഏത് വർണ്ണത്തിനും, വൈശ്യനായാലും ശൂദ്രനായാലും ക്ഷത്രിയനായാലും ബ്രാഹ്മണനായാലും എല്ലാം സർവ്വജനങ്ങളാണ്. സർവ്വജനത്തിനും എന്താ വേണ്ടുന്നത്? മുമ്പേ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് എന്താണെന്നാണ് പറയുന്നത്. സർവ്വജനത്തിനും വേണ്ടുന്നത് മുന്നിൽ സർവപ്രധാനമാകുന്ന സത്യമാണ് പ്രധാനം. ഈ 30 വൃത്തി പറയുന്നതിൽ ഏറ്റവും മുൻപിട്ട് നിൽക്കുന്നത്, ആദ്യമായിട്ട് മുന്നേ നിൽക്കുന്നത് എല്ലാവർക്കും വേണ്ടതാണ് സത്യം തന്നെയാണ് മനുഷ്യർക്ക് അങ്ങേറ്റം ഒന്നാം സ്ഥാനത്ത്. സത്യം ഈശ്വരനാണ്. അസത്യം പാടില്ല. മനസ്സുകൊണ്ട് പാടില്ല, വാക്കുകൊണ്ട് പാടില്ല, പ്രവൃത്തി കൊണ്ട് പാടില്ല. അത് ഏറ്റവും ആ സത്യത്തിൽ എന്ത് വിലയാണെന്നറിയാമോ? നമ്മളൊന്ന് ചിന്തിക്കണം. ആ സത്യമാണ് നമുക്ക് ധൈര്യം. നമുക്ക് എല്ലാത്തിനും ഒരു മുന്നോട്ട് നടക്കണമെങ്കിൽ നമ്മുടെ നേരായ വഴിയിലിങ്ങനെ പോകാൻ ഭഗവാൻ പരമാത്മാവ് നമുക്ക് സഹായം പ്രസാദം തരണമെങ്കിൽ ഈ സത്യം തന്നെ മുന്നിട്ട് നിൽക്കണം. അപ്പോൾ സത്യം, പിന്നെ ദയ, 2. അപ്പോൾ അതായത് ആരിലും നമുക്ക് ദയ വേണം. ഒരു വിഷമിക്കുന്നതോ അല്ലെങ്കിൽ ഒരു നാനാ ജീവികളായാലും ആരായാലും അവരോടെല്ലാം ഒരു ദയവ് നമുക്കുണ്ടായിരിക്കണം. വിഷമിക്കുന്നവരെയൊക്കെ കാണുമ്പോഴും നമ്മളാൽ ഒക്കുന്ന എന്തെങ്കിലും ദയവ് നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളതിൽ പങ്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് സഹായം ദേഹം കൊണ്ട് ചെയ്യാം, അതുപോലെ ധനം കൊണ്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. അങ്ങനെ ദയുണ്ടാകണം. പിന്നെയോ തപസ്. എപ്പോഴും നമുക്ക് വേണ്ടുന്നതാണ് പരമാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തപസ് ചെയ്യണം എന്നുള്ളത്. ഈശ്വരനെ ആരാധിച്ച് കീർത്തനങ്ങൾ ചൊല്ലി കുറേ നേരമെങ്കിലും നമ്മൾ പരമാത്മാവ് അങ്ങനെ ചിന്തിച്ച് മനസ്സിലെല്ലാം ഉറപ്പിച്ച് ധ്യാനിച്ചിരിക്കണം. കേശാദി പാദാന്തവും പാദാദി കേശാന്തവും മനസ്സിലിങ്ങനെ ധ്യാനിച്ച് തപസ്സിലിരുന്ന് ചെയ്യണം. അത് അപ്പോൾ തപസ്. പിന്നെ ശുചി എന്നുവെച്ചാൽ വൃത്തിയാണെന്ന് തോന്നുന്നു. തിതിക്ഷ അത് ക്ഷമ. പിന്നെ തഥാ എന്ന് വെച്ചാൽ പിന്നെ
അപ്പം ക്ഷമ വേണം. ഇന്ന് എന്തെങ്കിലും ഒരാൾ ചോദിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്താലും ശരി ചെയ്താലും എന്തെങ്കിലും ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പകയായിട്ട് പോകുന്നു. എല്ലാത്തിനും ഒരു ക്ഷമ വേണം, എന്തിനും വേണം. നമുക്കിപ്പം പെട്ടെന്ന് വിശക്കുന്നു, ആഹാരം കിട്ടിയില്ല, ഒന്ന് കണ്ടുപോയാൽ പെട്ടെന്ന് ഇപ്പം തന്നെ ഒരു സദ്യക്ക് എങ്ങാനും ചെന്നിരുന്ന് പോയാൽ ഷുഗറുള്ളവരും ഒക്കെ ഉണ്ട്, അവിടെ അല്പം ക്ഷമിക്കത്തില്ല. ആ ചോറ് ഇടുന്നതിന് മുന്നേ കറികളെല്ലാം അങ്ങ് കഴിച്ച് തീർക്കും, ഈശ്വരനോട് പ്രാർത്ഥിക്കത്തേ ഇല്ല. അത് ക്ഷമ വേണ്ടോ? അപ്പം ഒന്നിനെന്നല്ല, സർവ്വതിനും നമുക്ക് ക്ഷമ വേണ്ടിടത്തെല്ലാം വേണം. ആഹാരം ചോറിടുമ്പം തൊടുകറികളെല്ലാം തീർന്നിരിക്കും, അന്നേരം അത്രമാത്രം ക്ഷമയില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. വിശപ്പ് ഇല്ലാഞ്ഞിട്ടാലും ഉണ്ട്, വിശപ്പ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ചില അസുഖക്കാർക്ക് പെട്ടെന്ന്, എന്നാലും ചില കാണുമ്പോൾ അന്നേരം കഴിച്ചേ പറ്റൂ. അത് ഇന്ദ്രിയ നിഗ്രഹം ആണോ? ഇന്ദ്രിയത്തിന് അടക്കമുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ക്ഷമ വേണം. പിന്നെ നന്നായി ശമവും എന്ന് വെച്ചാൽ ശാന്തി ഉണ്ടാകണം. നമ്മുടെ ഉള്ളം നന്നായി പ്രസാദിക്കണം. ഉള്ളം പ്രസാദിക്കുന്നത് എങ്ങനെയാണ്? പരമാത്മാവ് ഉള്ളിൽ വേണം. എപ്പോഴും പരമാത്മാവിനെ ആരാധിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടാവും. പിന്നെ ദമവും ഉണ്ടാകണം. ദമം എന്താണ്? മനോനിഗ്രഹം, മനസ്സിനെ നിഗ്രഹിക്കണം, അത് ശവമാക്കണം. മനസ്സിനെ ശവമാക്കൽ മുക്തി കിട്ടുമെന്നാണ്. എങ്ങനെയാ? മനസ്സാണ് നമ്മളെ ഈ ഒന്നിലും നിർത്താതെ കൊണ്ടുപോടും. ഒന്ന് ചെയ്യുമ്പോൾ അടുത്തതിലേക്ക് ഇങ്ങനെ പരക്കം പായുന്നൊരു മനസ്സാണ്. അതിനെ ശവമാക്കുക വെച്ചാൽ നിഗ്രഹിക്കുക എന്നർത്ഥം. അങ്ങനെ നിഗ്രഹിച്ചാലേ നമുക്ക് യഥാർത്ഥമായ ഭഗവാനെ ചിന്തിക്കാനോ പ്രാർത്ഥിക്കാനോ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെന്നുള്ള ആ മനസ്സ് അങ്ങനെ ഭഗവാൻ ലയിക്കണം. മനസ്സിനെ നമ്മുടെ നമ്മളിരിക്കുന്ന മനസ്സിനെ ശൂന്യമാവും. ഈശ്വരൻ ലയിക്കുമ്പോൾ അവിടെ ശൂന്യമാവും. നമ്മളിലുള്ള ഇതെല്ലാം ദേഹം എന്നുള്ള ഒന്നും അവിടെ ഇല്ല. പിന്നെ നമ്മുടെ ദേഹം, കാലോ കയ്യോ ഒന്നും ചിന്തയില്ല, മനസ്സുമില്ല. ഇന്ദ്രിയങ്ങളെല്ലാം നശിച്ച് ശവമായി. അപ്പോഴാണ് ഭഗവാനെ ചേരാനുള്ള ആ ഒരു ലയം കിട്ടുന്നത്. അത് എങ്ങനെയാണ്? വെള്ളത്തിൽ പഞ്ചസാര അരിഞ്ഞ് വെള്ളമായി മാറുമ്പോൾ പഞ്ചസാര അവിടെ തിരിച്ചെടുക്കാൻ പറ്റാത്തതുപോലെ ആ ഈശ്വരൻ ലയിക്കുന്നൊരു അവസ്ഥയുണ്ട്. ആ ലയം, അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞാൽ എങ്ങനെയാണ്? അതുപോലെ കർപ്പൂരം കത്തിച്ചാൽ രണ്ടും കൂടെ ചേർന്ന് ലയിക്കുന്നത് പോലെ അങ്ങനെ ഈശ്വരങ്ങൾ ലയിക്കണമെങ്കിൽ ഈ മനസ്സിനെ ശവമാക്കണം, മനസ്സിനെ അടക്കുന്നതെന്ന് വെച്ചാൽ അതിനെ എങ്ങോട്ടും വിടണ്ട. നമ്മൾ എങ്ങനെ വിടാതിരിക്കാൻ പറ്റും? ഈശ്വരാരാധനയിൽ ഭഗവാൻ ഭക്തി മുഴുത്തു വരുമ്പോൾ മനസ്സ് അവിടെ അങ്ങ് അടങ്ങിക്കോളും. അല്ലാതെ നമുക്ക് പിടിച്ചെട്ടാൻ പറ്റത്തില്ല. ഈശ്വരനോടുള്ള ഭക്തി വർദ്ധിച്ചു വരുമ്പോഴേ മനസ്സിന് അടക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും മറ്റൊന്നും ചിന്ത വരത്തേയില്ല. അത്രമാത്രം സ്നേഹവും ഭക്തിയും ഭഗവാൻ വർദ്ധിക്കണം. അങ്ങനെ തനിയെ അങ്ങ് അടങ്ങിക്കോളും. നമുക്ക് പിടിച്ചു നിർത്തേണ്ട കാര്യമൊന്നും വരത്തില്ല. ഇന്ദ്രിയങ്ങൾക്ക് ഒന്നിനും നമുക്ക് ബലാത്കാര്യമായിട്ട് പിടിച്ചു നിർത്തേണ്ട ആവശ്യമേ ഇല്ല. ഈശ്വരനിൽ ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് ഇത് കഴിച്ചുകൂടാ, ഞാൻ ഇന്ന ആഹാരം കഴിക്കത്തില്ല, അതിനെ പിന്നെ ആ ഒരു രുചി എങ്ങനെയാണെന്ന് പോലും നമ്മുടെ നാക്കിൽ ഉണ്ടാകത്തില്ല. എന്താ? നമ്മൾ പിടിച്ചു കെട്ടിയിട്ടൊന്നുമല്ല, അവിടെ ഈശ്വരനാണ് തുണ. ഒരു ആഹാരത്തിലും കാണുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കണമെന്നോ എടുക്കണമെന്നോ ഒരു നിർബന്ധവും നമ്മുടെ നാക്കിന് വരത്തില്ല. ഈശ്വരൻ ഭക്തി വർദ്ധിച്ചവരും ഭഗവാന്റെ ഒരു കൃപ ഉണ്ടായിട്ടായിരിക്കാം. എനിക്കതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒന്നും നമ്മൾ ബലാത്കാര്യമായിട്ട് പിടിച്ചു കെട്ടേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ മാത്രം നമ്മുടെ ആഹാരം എന്ത് കഴിക്കാം അത് നമ്മൾ കഴിക്കാമെന്നല്ലാതെ ഒന്നും വേണമെന്നുള്ള ഒരു ക്ഷമകേടും വരത്തില്ല. ഒന്ന് കാണുമ്പോൾ അവിടേക്ക് ഓടത്തില്ല രസനേന്ദ്രിയം. കണ്ണുകൊണ്ട് കാണണ്ടാത്തത് കാണാൻ ഓടത്തില്ല, ചെവിക്ക് കേൾക്കാൻ കൊള്ളാത്തത് കേൾക്കാൻ ചെവിയും ഓടത്തില്ല. ഇങ്ങനെ ഒന്നും ഓടത്തില്ല. എന്താ? അതിനെല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം അടക്കം കിട്ടും. ഭഗവാനിൽ ഭക്തി മാത്രം വർദ്ധിച്ച് സ്നേഹിച്ച് ഒന്നായി തീർന്നാൽ മാത്രം മതി. അല്ലാതെ അതിന് ഒരു വിഷമവും വരത്തില്ല ഇതിനെ അടക്കാൻ. അപ്പോൾ ദമവും ഉണ്ടാകണം. അതാണ് ഇത് മനസ്സ് നിഗ്രഹം, മനോനിഗ്രഹം. നല്ലൊരു അഹിംസ, അതായത് ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നിനെയും കൊല്ലരുത്, ഹിംസ ചെയ്യരുത്. അഹിംസയാണ് വേണ്ടുന്നത്. ഹിംസ കൊല്ലുക, ഉപദ്രവിക്കുക. ഉപദ്രവവും കൊല്ലുന്നതെല്ലാം ഒരു ജീവജാലങ്ങളെ അടിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക, കഠിനമായി ചെയ്യുക. കൊച്ചു അടി കുറ്റങ്ങളൊക്കെ വരുമ്പോൾ എല്ലാത്തിനും കൊടുക്കാം, പശുവിനോ പട്ടിക്കോ ഒക്കെ കൊടുക്കാം. പക്ഷേ അധികമായി ഉപദ്രവിക്കുന്നതൊക്കെ ഹിംസ തന്നെയാണ്. അങ്ങനെ ദ്രോഹമായിട്ട് ചെയ്തുകൂടാ. നമ്മൾ തന്നെയുള്ള അതേ മനോഭാവം അതിലും ഉണ്ട്. ആ മൃഗങ്ങൾ, ചിലരുടെ മൃഗത്തിലേക്ക് അടിക്കുന്ന അടി കണ്ടാൽ എന്ത് വിഷമമാണെന്നറിയാമോ? എന്തെല്ലാം ഉപദ്രവങ്ങളാണ് കാണിക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ഇതിലും എല്ലാം പരമാത്മാവല്ലേ എന്ന് ചിന്തിച്ചാൽ ഇത് വല്ലതും ചെയ്യാൻ തോന്നൂ? അങ്ങനെ നമുക്ക് എന്ത് വേണം? അപ്പോൾ അഹിംസ, ഒന്നിനെയും
ദ്രോഹിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക. ത്യാഗം, എന്തിനും ഒരു ത്യാഗം. ചിലർ എന്ത് സഹിച്ചും നമുക്ക് പല കാര്യങ്ങളും ഗുണഗണങ്ങൾ ചെയ്യുന്നതിന് സർവം ത്യാഗം സഹിക്കുന്നവരുണ്ട്, വലിയ ത്യാഗിയായിട്ട് ചെയ്യുന്നവരുണ്ട്. അത് ബ്രഹ്മചര്യം കുട്ടിനാളിലേ എടുക്കേണ്ടുന്നതാണ്. പിന്നെ നല്ല സ്വാധ്യായവും കുലവിദ്യ, അതാണ് സ്വാധ്യായം. ഒരു തൊഴിലിപ്പോൾ എന്തെങ്കിലും നമ്മൾ കുടുംബപരമായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പം നെയ്യുന്നവരാണെങ്കിൽ അവർ പാരമ്പര്യമായിട്ട് അവർ നെയ്ത്തായിരിക്കും. അതുപോലെ കച്ചവടം, അങ്ങനെ ഓരോ, അല്ലെങ്കിൽ മന്ത്രജപം, ഈ എന്താ പറയുക, ഭാഗവത പാരായണം തന്നെ ആവട്ടെ, അതും ഒരു തൊഴിലാണ്. തൊഴിൽ വെച്ചാൽ അവരുടെ കുലത്തിൽ വേണ്ടുന്ന പൂജാകർമ്മ. ബ്രാഹ്മണരെങ്ങനെയാ, അവർക്ക് എന്താ മന്ത്രജപങ്ങളൊക്കെ അല്ലേ, അവർ അതെല്ലാം പൂജകളും എല്ലാം പഠിച്ചവരല്ലേ. അവരുടെ കുടുംബം അങ്ങനെ ഇപ്പം അങ്ങനെയും അല്ല. അവരൊക്കെ ഇപ്പോൾ ഡോക്ടറേറ്റും അങ്ങനെ തിരിഞ്ഞ് പോകുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാ ജാതിയിലും മതത്തിലും എല്ലാം ആയിപ്പോയി. അതുകൊണ്ട് ഇതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നന്മ പ്രവർത്തിക്കുക, അതാണ്. അപ്പം സ്വാധ്യായം, ആർജവം, എല്ലാത്തിനും ഒരു ലാളിത്യം. ലാളിത്യം നല്ലതാണ്. നിഷ്കളങ്കമായ ഒരു കുട്ടി എന്ന് പറയും, എത്ര വയസ്സ് ചെന്നാലും ഒരു ലാളിത്യവും ഉണ്ടാവണം, ഒരു ആർജവം. ലാളിത്യം. സന്തോഷം എങ്ങനെ കിട്ടും? ഭഗവാൻ നമ്മുടെ ഉള്ളിലാകുമ്പോൾ എല്ലായ്പ്പോഴും ഒരു സന്തോഷം, ആനന്ദമായിരിക്കും. സന്തോഷവും കൊണ്ടങ്ങ് ആനന്ദവും, പിന്നെ അത് പരമാനന്ദമായി ഇങ്ങനെ ലയിച്ച് ഇരിക്കും. സാമ്യദൃക്ക്, സർവത്തിലും എല്ലാത്തിലും സമദൃഷ്ടിയാണത്. സർവത്തിനെയും കാണുമ്പോൾ നാം തന്നെയാണ് അതിലും. അപ്പോൾ സമദൃഷ്ടിയാവും. അന്യത് ഞാനെന്നും നീയെന്നും കാണുന്ന രണ്ടെന്നുള്ള ഭേദം വരുമ്പോഴാണ് സമദൃഷ്ടി അല്ലാതായി പോകുന്നത്. സർവ്വതും പരമാത്മാവിൻ്റെ സന്തതികളാണ്, ഞാനും നീയും എല്ലാം ഏകമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സമദൃഷ്ടി ഉണ്ടാകും. സേവനം, എന്തും സേവനം ചെയ്യുന്നത് നല്ലതാണ്, ആർക്കും ആവുന്നതത്തോളം. അദ്വൈത വാഞ്ച, ഈശ്വരൻ ഏകനാണെന്നുള്ളൊരു വാഞ്ച. ഏത് ദേവതാ രൂപത്തിൽ ഏത് രൂപം കണ്ടാലും പരമാത്മാവ്. ദേവിയോ, അതും പരമാത്മാവിൻ്റെ ഭാര്യയാണല്ലോ ദേവി. രണ്ടോട് ചേർന്നതാണല്ലോ പരബ്രഹ്മം. പരബ്രഹ്മത്തിൽ തന്നെ ഉള്ളതാണ് ഈ പരബ്രഹ്മം. ആണുമല്ല പെണ്ണുമല്ല, എന്നാൽ ഇതിന് രണ്ടവസ്ഥയും ഉണ്ട് പരബ്രഹ്മത്തിന്. അതുകൊണ്ടാണല്ലോ അതിൽ നിന്ന് മഹാമായ ഉത്ഭവിച്ചത്. അപ്പോൾ ആ പരബ്രഹ്മത്തിൽ നിന്ന് വന്ന മഹാമായ ഉത്ഭവിച്ചുകൊണ്ടാണ് പ്രകൃതി മഹാമായൊക്കെ ആയത്. അത് പരാശക്തി, പരനും പരയും രണ്ടും കൂടെ ചേർന്നാണ് പരബ്രഹ്മം. ഒറ്റയ്ക്കൊരാണോ ഒരു പെണ്ണോ മാത്രം അല്ലത്, എല്ലാം കൂടെ ചേർന്നിരുന്നതാണ് പരബ്രഹ്മം. അങ്ങനെ നോക്കുമ്പോൾ എന്താ വരുന്ന? അദ്വൈത വാഞ്ച. ഇത് ഈശ്വരൻ ഏത്, കൃഷ്ണൻ എന്ന് പറഞ്ഞാലും മുരുകൻ എന്ന് പറഞ്ഞാലും അയ്യപ്പനായാലും ലോകത്തുള്ള ഏത്, അതാ പ്രവാചകന്മാരായ ബുദ്ധനോ നബിയോ ഗുരുദേവനോ പിന്നെ ഏത് പ്രവാചകന്മാർ ആരെ നമ്മൾ ചിന്തിച്ചാലും എല്ലാത്തിലും ഈശ്വരൻ, പരമാത്മാവ്, ഒരേ ഒരു ദൈവം. അങ്ങനെ മനസ്സുകൊണ്ട് അതൊരു വാഞ്ച തന്നെ ആയിരിക്കണം. അവിടെ ഒരു അജ്ഞാനം ഉണ്ടാകരുത്, ഒരു വാഞ്ച. അങ്ങനെ ഒരു വാഞ്ച എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്നുള്ളൊരു വിശ്വാസമുള്ളൊരു ഉറപ്പാണ്. അങ്ങനെ ആകുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അല്ലാതെ ഒരു സംശയാതി അതിലും ഇതിലുമൊക്കെ അങ്ങനെയാണ് പറയുന്നത്, പക്ഷെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പഠിച്ചു വയ്ക്കും, പക്ഷെ ഉൾക്കൊള്ളത്തില്ല. ഉൾക്കൊണ്ട് അതിനെ അങ്ങനെ മാത്രം സ്നേഹിച്ച് കാണുന്നതെല്ലാം ഏകമായ പരബ്രഹ്മമാണെന്ന് ചിന്തിക്കുന്ന ഒരു വാഞ്ച നമുക്കുണ്ടാവണം. അല്ല പറഞ്ഞ് പ്രവൃത്തി തന്നെ അത് വരുത്തണം. ആ ഒരു സ്നേഹം, എന്ത് കണ്ടാലും ഈശ്വരനാണ്, പരമാത്മാവാണ് എന്നൊരു ആ വാഞ്ച നമുക്കുണ്ടാവണം. പിന്നെ ആത്മവിചാരം, പരമാത്മാവ് എപ്പോഴും ഈശ്വരനെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിചാരം വേണം. എന്തിനും ആ ഒരു വിചാരം ഇല്ലാതെ ഒന്നും തന്നെ, എന്ത് ജോലികൾ ചെയ്യുമ്പോഴും ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ, ഭഗവാൻ 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 പരമാത്മാവ് എന്നൊരു ചിന്ത, ആ വിചാരം. മൗനം, എപ്പോഴും മൗനവ്രതം എടുക്കുന്നവരുണ്ട്. വെറുതെ സംസാര വിഷയത്തിൽ പോയിരുന്ന് വേണ്ടാത്ത കാര്യങ്ങൾ, മിഥ്യാവചനങ്ങളൊക്കെ പറഞ്ഞ് രസിച്ചും ചിരിച്ചും ഇരിക്കുന്നവരുണ്ട്. ചിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയും, പക്ഷേ വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പിന്നെ ടി വിയിൽ തന്നെ എന്തെങ്കിലും കണ്ടാൽ അതിനൊത്ത് പറഞ്ഞ് കുറേ കോമഡിയും കണ്ട് ചിരിച്ച് ബഹളിച്ച് ഇതിലെങ്ങനെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോഴെല്ലാം മൗനം വീക്ഷിക്കുന്ന എത്രയോ പേരുടെ ഇത് കാണാതെ ആ ഇന്ദ്രിയത്തിനെ അടക്കി ഇത് കാണത്തുമില്ല, ചിരിക്കത്തുമില്ല, അതിന് വേണ്ടിയിട്ട് പോകത്തുമില്ല, വേണ്ടാത്ത കാണാനും പോകത്തില്ല. ഭക്തിപരമായിരിക്കുന്ന ഭാഗവതമൊക്കെ വായിച്ചിരിക്കുന്ന മക്കൾ നല്ല രീതിയിൽ ഇതൊന്നും കണ്ട് ചിരിക്കാനോ എടുക്കാനോ, അത് എങ്ങനെയാണ് ഭക്തി പോകും. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ഈശ്വരാരാധന നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകാൻ ഒരു ശകലം മതി. അത് ഉള്ളിലാക്കാൻ വളരെ പാടാണ്. പാടുപെട്ട് ആ ഭഗവാന്റെ സ്നേഹമൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് നമ്മൾ ആക്കിയെടുക്കും. ഒരു 5 മിനിറ്റ് അതിൽ നിന്ന് മാറി വേറൊരു പിന്നെ ഇത് കണ്ടുകൊണ്ടിരുന്നാലോ കേൾക്കാൻ പോലെ പിന്നെ അപ്പോൾ ഇതങ്ങ് മാറിട്ട് പിന്നെ അതേ ശരണം, പിന്നെ അതിലേക്ക് അങ്ങ് പോകും. മനസ്സിൻ്റെ കുഴപ്പം അങ്ങനെ ഉണ്ട്. ഈ മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് വേണം?
നമുക്ക് മൗനം തന്നെ വേണം. വളരെ വളരെ എങ്ങനെ വലിയ വേണ്ടാത്ത നല്ല സജ്ജന സംസർഗം നല്ലതാ. ഈശ്വരാരാധനയും ഈശ്വരകാര്യങ്ങളും കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നല്ല ആത്മീയമായ വളർച്ചയുണ്ടാകും. അത് എപ്പോഴും കൂടി വരും. അതിനെ തിരിച്ചു മാറ്റിക്കളയും ലൗകികമായ കാര്യങ്ങൾ കേൾക്കാനെടുക്കാനും പോകുമ്പോൾ. അതുകൊണ്ട് പരമായി ഇരിക്കുന്നവർ, കൂടുതലും പ്രായം ചെന്നവർ, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ മറ്റുള്ളവന് വല്ല ചിന്ത കൊടുക്കാതെ ഈശ്വരാരാധനയായിട്ട് ഇരിക്കാമെങ്കിൽ കൊള്ളാം. ജന്തുഷു ദയ, ജന്തുക്കളോട് ദയ വേണം. മിണ്ടാപ്രാണികളോട് കൂടുതൽ ദയ വേണം. കാരണം അവർക്ക് നാക്കെടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കാക്കയോ ഒരു പൂച്ചയോ ഒരു നായോ വിശന്നും കറങ്ങിയും വലഞ്ഞും നിൽക്കുന്ന കണ്ടാൽ നമ്മളിൽ എന്തെങ്കിലും ഉണ്ടോ, ആ ഒരു ദയ നമുക്ക് കാണിക്കണം. അതിന് പിന്നെ അന്നദാനേച്ഛയും അതുപോലെ ഇതും അതുപോലെ തന്നെ. അന്നം വിശന്ന് വരുന്നവർക്ക് ഉള്ളതിപ്പം കൊടുക്കുക. അല്ലെങ്കിൽ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് ജീവജാലങ്ങൾക്ക്. 2 നേരമെങ്കിലും നമ്മൾ ഒത്തിരി ഈ വന്ന കാലത്ത്, ഈ മഴക്കാലത്താണെങ്കിൽ കാക്കകളെ കൊണ്ടങ്ങ് നിവർത്തിയില്ലാത്തണക്കാ. അവർ വിശന്നിട്ടല്ലേ വരുന്നത്. അപ്പം നമ്മൾ കഴിച്ചില്ലേലും കൊടുക്കാൻ തോന്നും. കാരണം അവർക്ക് ആരാ കൊടുക്കാനുള്ളത്? ആരെങ്കിലും ഉണ്ടോ? അവർ അത്താഴപ്പട്ടിണി ആവത്തില്ലേ വൈകിട്ട് കൊടുക്കാതിരുന്ന? ഉച്ചയ്ക്ക് രാവിലെ തൊട്ടേ വിശന്നിരിക്കുന്ന 2 നേരമെങ്കിലും അതിന് കൊടുക്കണ്ടേ? അപ്പോൾ അങ്ങനെ നമ്മളെ നോക്കിയിരിക്കുന്നതാണ്. കൊടുത്തു പഠിച്ചാൽ അങ്ങനെയാ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലും മതി, അന്നദാനേച്ഛയാവും. ഇന്നാർക്ക് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ജീവജാലങ്ങൾക്കെല്ലാം വിശപ്പും വയറും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചെയ്യണം. സമയം പോന്നു. ദേവതാത്മാ ബുദ്ധി, നന്നായി ശ്രവണവും. ഭഗവാന്റെ കീർത്തനങ്ങളോ കഥകളോ കേട്ടാൽ നന്നായി ശ്രവിക്കണം, കേൾക്കണം. എന്നിട്ട് മനസ്സിനകത്ത് അത് കടന്നുകൂടി ഉള്ളിലേക്ക് ആക്കണം. എന്നാലേ അവിടെ ഈശകൃപ വരത്തുള്ളൂ. അത് നന്നായി ശ്രവണവും കീർത്തനം എന്നിവ, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി സ്തുതിക്കണം. തന്നുള്ളിൽ ഓർക്കണം, നമ്മുടെ ഉള്ളിൽ തന്നെ ഓർക്കണം. നമ്മുടെ ഉള്ളിലാണ്, അകത്ത് തന്നെ വേണം. നമ്മുടെ ഉള്ളിനകത്താണ് ഇരിക്കുന്നത് ആ പരമാത്മാവ്. അപ്പോൾ ഈ കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോഴും പാടുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരുത്തണം. പിന്നെയോ സജ്ജന സംഗമം, നല്ല മഹാത്മാക്കളായിട്ടുള്ള സജ്ജനങ്ങൾ. ഇപ്പോൾ അതിന് നല്ല എളുപ്പം, എങ്ങും പോകണ്ട. എവിടെ നമ്മൾ യൂട്യൂബ് ഒന്ന് തുറന്നാൽ മതി, നല്ല സപ്താഹങ്ങളിങ്ങനെ കേൾക്കാം. അടിപൊളിയായിട്ട് നന്നായി പറയുന്ന എത്ര പേരാ, എന്ത് രസം അത് കേൾക്കാൻ. ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് കേൾക്കും സമയമുള്ളപ്പോഴൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായി നമുക്ക് ചേരുന്ന, എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ, പക്ഷെ അത് കേൾക്കുമ്പം എനിക്ക് ചേരും. അങ്ങനെയുള്ളത് ഞാൻ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇത് എൻ്റെ അതേ അഭിപ്രായം. എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല. അറിയാത്തതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പാഠം പഠിച്ചിട്ടില്ല. നമ്പൂതിരിമാരല്ലേ, അവർക്ക് ഇതൊക്കെ അല്ലയോ, അവരുടെ കുലവിദ്യ അതല്ലേ. നമുക്കങ്ങനെ ആരും പറഞ്ഞു തരാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേൾക്കുന്നതിന് നല്ല മാർഗം ദൈവം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കലിയുഗം അത്രയും ആയപ്പോൾ ഈശ്വരൻ ചെയ്ത ഒരു ഉപകാരമാണ്. അതല്ലേ നമ്മൾ എവിടെ പോയി കേൾക്കും? അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? ആണ്ടിലൊരിക്കലും കാണുന്ന സപ്താഹം വന്നാൽ 7 ദിവസമല്ലുള്ളത്. ഇപ്പം നമുക്ക് എപ്പോഴാണെങ്കിലും ഇതിൽ കൂടെ കേൾക്കാം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്തുവാ, സജ്ജന സംഗമം, യജ്ഞവും. അപ്പം യജ്ഞം എന്ന് പറഞ്ഞാൽ ഹോമവും യജ്ഞമൊക്കെ പണ്ട് ഇങ്ങനെ ഉണ്ട്. നമുക്ക് ഈ ഒത്തിരി പേരുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു യജ്ഞമാണ്. എന്ത് ചെയ്താലും നമുക്ക് പ്രാർത്ഥന യജ്ഞമായിട്ട് എടുക്കാം. ഒരുപാട് പേര് കൂടിയിരുന്ന ഒരു യജ്ഞം നടത്തൂ, പ്രാർത്ഥന തന്നെ മതി. അങ്ങനെ ഓരോ യജ്ഞങ്ങളും നമുക്കത് യജ്ഞമായിട്ട് നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ വന്ദനം, ഒരു പശുവിനെ കണ്ടാലും നമുക്ക് അതിലും ഭഗവാനാണ്, നമ്മുടെ ഉള്ളം കൊണ്ട് അതിനെ ഒന്ന് വന്ദിക്കാം. അതറിയത്ത് പോലുമില്ല. അതിനെ അയ്യോ ഭഗവാനെ, റോഡിൽ ഒരു പശു നിൽക്കുന്ന ഭഗവാനാണ്, അതിനെ ഒന്ന് തല താഴ്ത്തി ഒന്ന് വന്ദിക്കാം. അങ്ങനെ കാണുന്നതിനെല്ലാം നമുക്ക് വന്ദിക്കാം. എല്ലാ മനുഷ്യരെ കാണുമ്പോഴും വന്ദിക്കാം. പിന്നെ നല്ല സഹിത്വം വേണം, ചേർച്ചയുള്ള സഹിത്വം. അതായത് ഭക്തന്മാർക്ക് ചേരേണ്ടുന്ന സഹിത്വം. ഈ ലോകചിന്തയായിട്ട് നടക്കുന്നവരായിട്ട് സഹിത്വം ഉണ്ടാവാൻ ശരിയാവത്തില്ല. അവർ നമ്മളെ കൂടെ ഈ ലോകചിന്തയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെയുള്ള വേണ്ടുന്ന രീതിയിലുള്ള സഹിത്വം എടുക്കണം. സഹിത്വം. വിജ്ഞാനികളിൽ ദാസ്യം, മഹാത്മാക്കൾ വിജ്ഞാനികളാണ്, ഈശ്വരനെ അറിഞ്ഞവരാണ്, ബ്രഹ്മജ്ഞാനികളാണ്. അങ്ങനെയുള്ള അവരുടെ ദാസ്യം എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു മഹാത്മാവ് നമ്മുടെ വീട്ടിൽ വന്നാൽ തന്നെയും അവരുടെ പാദമൊക്കെ കഴുകി അവരുടെ തുടച്ച് അവർക്ക് വേണ്ടുന്നതൊക്കെ ആസനസ്ഥനാക്കി അവർക്ക് വേണ്ടത് കൊടുക്കുന്നതൊക്കെ ഒരു ദാസ്യമാണ്. അങ്ങനെയെല്ലാം ചെയ്യുന്നത് നല്ലത്. ബ്രഹ്മണ്യർപ്പണം. ഇങ്ങനെ 30 വൃത്തി മനുഷ്യർക്ക് മംഗലാത്മാ ഭഗവത് പ്രസാദത്തിന് കാരണമെന്ന് ധരിക്കുക മഹാമതേ. ഇത്രയാണ് ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടി വേണ്ടുന്നത്. ഇത് എന്നും നമ്മൾ ഈ ഒരു ഭാഗം വായിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ആകാൻ തീരുക. അപ്പോൾ ഈശ്വരപ്രസാദം കിട്ടും. ഭഗവാന്റെ പ്രസാദം ഇങ്ങനെയേ കിട്ടത്തുള്ളൂ. ഇതെല്ലാം നമ്മൾ ചെയ്യണം, നമ്മളിൽ ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ഇതൊരു 20 അല്ലെങ്കിൽ 15 നമുക്ക് വേണം. ഒക്കാത്തൊന്നും ചെയ്യണ്ട.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ മംഗലാത്മാ ഭഗവത് പ്രസാദത്തിന് കാരണമെന്ന് ധരിക്കാം മഹാമതി. ആരണർക്ക് ഈ ചൊന്നതേറ്റവും ഉത്തമം. ബ്രാഹ്മണരാണ് ആരണർ, അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഉത്തമമാണ്. പിന്നെ നമുക്കും കൂടെ അങ്ങനെ ആയാലെന്താ? ബ്രാഹ്മണർക്ക് മാത്രം വേണ്ട, നമ്മളും അതുപോലെ ഒരു ബ്രാഹ്മണനാവാൻ ശ്രമിക്കുക. എന്ത് നല്ലതാ, ഭഗവാനെ നമുക്കും കിട്ടത്തില്ലേ? നമ്മുടെ ഉള്ളിലും ഭഗവാൻ വരത്തില്ല, ബ്രാഹ്മണരുടെ ഉള്ളിൽ മാത്രം പോരാ, എല്ലാവരിലും വേണം. ഈശ്വരൻ എല്ലാവർക്കും കൂടെ ഉള്ളതാ, ഇന്നാർക്കെന്ന് മാത്രം. അപ്പം നമ്മളും എന്ത് വേണം? അതുപോലെ ആവാൻ ശ്രമിക്കണം. അപ്പം നമുക്കും ഭഗവാൻ നമ്മുടെ ഉള്ളിലാവും. ബ്രഹ്മജ്ഞാനികളാണ് ബ്രാഹ്മണർ, അപ്പം നമുക്കും ബ്രഹ്മജ്ഞാനിയായ നമ്മളും ബ്രാഹ്മണരാവും. അപ്പം ഇതിത്രയും നമുക്ക് വേണം. അങ്ങനെയോ മന്ത്ര സംസ്കാരവും സദ്വിജത്വം, പിന്നെ അന്തരമെന്നിയേ വൈദിക വൃത്തിയും യാഗവും സൽക്കർമ്മവും ഇവ ബ്രാഹ്മണരായവർക്കുള്ളൊരു വൃത്തിയാകുന്നതും. പിന്നെ വിചിത്ര കഥന ഉഞ്ചവൃത്തി, അതൊക്കെ ഇപ്പം ആരും ചെയ്യത്തില്ല. ഉഞ്ചവൃത്തി വെച്ചാൽ ഈ ധാന്യങ്ങളൊക്കെ പെറുക്കിയെടുത്ത ധാന്യം കൊണ്ടുള്ള ജീവിതം, അതൊന്നും ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ വിചിത്ര വെച്ചാൽ ബ്രാഹ്മണരുടെ വൃത്തികളാണ് അതൊക്കെ. വിചിത്ര കഥന ഉഞ്ചവൃത്തി നന്നായി അനുഗ്രഹിച്ചിടുക എന്നതും. ഈ ബ്രഹ്മജ്ഞാനികളാണെങ്കിൽ എല്ലാവരെയും അനുഗ്രഹിക്കണം. അവർ സാക്ഷാൽ യഥാർത്ഥത്തിൽ അവർ ബ്രഹ്മോഹമാണല്ലോ, അവർ ബ്രഹ്മജ്ഞാനികളാണല്ലോ. അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നന്നായി അനുഗ്രഹിച്ചിടുക എന്നതും. വ്യാജം അസത്യമാ വാണിഭം, കള്ളക്കച്ചവടം അസത്യമാ, ഇതൊന്നും അവർക്ക് പാടില്ല. കച്ചവടം കപടമാണ്, പക്ഷേ ഇത് ബ്രാഹ്മണർക്ക് നല്ലതല്ല. ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനികൾ ആരായാലും, ഏത് മതത്തിലോ ഏത് ജാതിയിലോ ആയിക്കൊള്ളട്ടെ, അവർ ബ്രഹ്മത്തെ അറിഞ്ഞവനാണോ അവർക്ക് അത് പാടില്ല. അസത്യമാ വാണിഭം, കച്ചവടം അല്പം കപടം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വാങ്ങിക്കുന്ന വിലയ്ക്ക് തന്നെ വിൽക്കാച്ചാൽ പിന്നെ ആ തൊഴിലുകൊണ്ട് യാതൊരു ഫലവും ഇല്ലല്ലോ. അപ്പോൾ അതിനകത്ത് അല്പം കപടങ്ങൾ വേണം. അപ്പം വ്യാജം അസത്യമാം വാണിഭം, നായാട്ടും അവർക്ക് പറഞ്ഞിട്ടില്ല. നല്ല മനുഷ്യരാരും നായാടി മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവന്ന് കൊന്ന് കഴിക്കത്തില്ല. അപ്പോൾ നായാട്ട് നീചന്മാരെ ആശ്രയിച്ചുകൂടാ, രാജാവിനെ സേവ ചെയ്തുകൂടാ. ആർക്കാ? ബ്രഹ്മജ്ഞാനികൾക്ക്, ബ്രാഹ്മണർക്ക്. ജനങ്ങളെ നിന്ദിച്ചുകൂടാ. ആചരിച്ചിടരുത് ബ്രാഹ്മണർ ഇങ്ങനെയുള്ളതൊന്നും പാടില്ല. ദേവപ്രകാരം നൃപൻ ദേവനെന്നതും. മോദം ശമം ദമം ശൗചം ക്ഷമ തപസാർജവം ജ്ഞാനം ദയാപ്യച്യുതാത്മന നിർജ്ജര പൂജ സത്യം വിപ്രലക്ഷണം. ഇനി ഒത്തിരി വായിക്കാറുണ്ട്, സമയം ഒരുപാടങ്ങ് പോയി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.